പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെന്റ് ഡേയുടെ പുതിയ നമ്പർ 1 കണ്ടൻഡർ ടാഗ് ടീമിനെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്വാളിഫയിങ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഒരു ഫേറ്റൽ ഫോർവേ ക്വാളിഫയിങ് മത്സരമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ DIY, ഇംപീരിയം, ന്യൂഡേ, ക്രെഡ് ബ്രദേഴ്സ് എന്ന 4 ടീമായിരുന്നു പങ്കെടുത്തത്. മത്സരത്തിൽ DIY ആണ് വിജയിച്ചത്. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ പീറ്റ് ഡൺ, ടൈലർ ബേറ്റ് തുടങ്ങിയവരുടെ ടീമും DIYയും തമ്മിൽ ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ജഡ്ജ്മെന്റ് ഡേയെ ചലഞ്ച് ചെയ്യും. ജഡ്ജ്മെന്റ് ഡേക്കെതിരെയുള്ള ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി അത് മിക്കവാറും എലിമിനേഷൻ ചേംബർ എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവന്റിലായിരിക്കും കിട്ടാൻ സാധ്യത. മറ്റൊരു അപ്ഡേറ്റ് റിയ റിപ്ലിയുടെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ്. എലിമിനേഷൻ ചേംബർ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റ് റിയ റിപ്ലിയുടെ ഹോം ടൗണിൽ വെച്ച് നടക്കാൻ പോകുന്ന ഇവന്റിൽ നയ ജാക്സ് ആയിരിക്കും റിയയുടെ എതിരാളി എന്നുള്ളതും മത്സരം ഔദ്യോഗികമായി എലിമിനേഷൻ ചേംബറിലേക്ക് ആദം പിയേഴ്സ് കൺഫേം ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഇരു റെസ്ലേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റും അതിൽ നയ ജാക്സ് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ അവസാനിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള എതിരാളിയെ റെസ്ൽമേനിയയിലേക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എലിമിനേഷൻ ചേംബർ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യ ക്വാളിഫയിങ് മത്സരത്തിൽ ഷൈന ബേസ്ലറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബെക്കി ലഞ്ച് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അടുത്ത റോ എപ്പിസോഡിൽ സോയ് സ്റ്റാർക്ക് വേഴ്സസ് ലിവ് മോർഗൻ തമ്മിലുള്ള സിംഗിൾസ് മത്സരം നടക്കുന്നുണ്ട്. അതിൽ വിജയിക്കുന്ന റെസ്ലറും ആ ഒരു എലിമിനേഷൻ ചേംബറിലെ നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. എന്തായാലും റിയ റിപ്ലിയെ സംബന്ധിച്ച് ശക്തരായിട്ടുള്ള എതിരാളികളാണ് ഇനി വരാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിൽ നടന്ന ഒരു സിംഗിൾസ് മത്സരം JD മെക്ഡൊണാൾഡ് വേഴ്സസ് ദി മിസ് തമ്മിലുള്ള മത്സരമായിരുന്നു. ആർത്രൂത്തിൻ്റെ ഒരു അപ്പിയറൻസ് അത് JD മെക്ഡൊണാൾഡിന്റെ തോൽവിയിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മത്സരത്തിന് ശേഷം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിൽ JD മെക്ഡൊണാൾഡ് വേഴ്സസ് ആർത്രൂത്ത് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നടക്കുമെന്നാണ്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗുന്തറിന്റെ അടുത്ത എതിരാളിയെ സംബന്ധിച്ചാണ്. 600 ദിവസം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് റണ്ണ് തികച്ച ഗുന്തറിൻ്റെ സെലിബ്രേഷൻ സെഗ്മെൻറ്റ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ജെ ഊസോ വരുന്നുണ്ട്. അതായത് തനിക്കിനി എതിരാളികളില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് മെയിൻ ഈവൻറ്റ് ജെ ഊസോ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജെ ഊസോ ചലഞ്ച് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ബ്രിക്ലൈൻ നിന്നെ ആക്രമിച്ചതിനേക്കാൾ വളരെ ക്രൂരമായിട്ടായിരിക്കും ഞങ്ങൾ ആക്രമിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ബീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഗുന്തർ ആ ഒരു ചലഞ്ച് റിജക്റ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് ജസ്റ്റ് ഒരു ഉന്തും തള്ളും ഉണ്ടായത് പിന്നീട് അതൊരു ഫൈറ്റിലേക്ക് പോകുന്നു. ആ ഒരു ഫൈറ്റിൽ ജെ ഊസോയെ സഹായിക്കാൻ വേണ്ടി ന്യൂഡേ ടീമിലെ കോഫി കിങ്സ്റ്റണും സേവിയർ വുഡ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇംപീരിയം ടീമിലെ 3 മെമ്പേഴ്സ് ഗുന്തർ, ജിയോവാനി വിഞ്ചി, കൈസർ അവർ നേരിടുന്നത് ന്യൂഡേ ടീമിലെ സേവിയർ വുഡ്സ്, കോഫി കിങ്സ്റ്റൺ, മെയിൻ ഇവന്റ് ജെ ഊസോ. അങ്ങനെ ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം കബൂക്കി വാരിയേഴ്സിന്റെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്തതാണ്. കബൂക്കി വാരിയേഴ്സ് വേഴ്സസ് കേഡൻ കാർട്ടർ, കാൻഡാന ചാൻസ് തുടങ്ങിയവർക്കെതിരെയുള്ള മത്സരമായിരുന്നു. അതായത് മുൻ ചാമ്പ്യന്മാരെ റീമാച്ച് ക്ലോസ് വെച്ച് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം ചോദിച്ചു വാങ്ങി. മത്സരത്തിൽ കബൂക്കി വാരിയേഴ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കബൂക്കി വാരിയേഴ്സിന്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും നൽകിയിട്ടില്ല. റോ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ടീം തന്നെ വരാനാണ് സാധ്യത. അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഒരു ബുൾ റോപ്പ് മത്സരത്തിൽ ഷിൻസ്കെ നാക്കമോറയെ പരാജയപ്പെടുത്തിയതിന് ശേഷം കോഡി റോഡ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൂ മാക്കിൻറ്റയർ ബാക്കിൽ നിന്ന് ആക്രമിക്കുന്നുണ്ട്. പിന്നീട് ക്ലൈമർ കിക്ക് കൊടുത്ത് റോ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിന് ശേഷവും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നീണ്ടു പോയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഫൈറ്റിന് ഇടയിൽ ഷിൻസ്കെ വന്നിട്ട് ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇരുവരും ചേർന്ന് കോഡിയെ ബ്രൂട്ടലായി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സാമി സെയിൻ വന്ന് കോഡി റോഡ്സിനെ സഹായിക്കുന്നുണ്ട്. പിന്നീട് സാമിയും കോഡിയും ഡ്രൂവിനെയും ഷിൻസ്കയെയും റിങ്ങിൻ്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവർ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് അവിടെ കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. മിക്കവാറും ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു റോ എപ്പിസോഡിൽ ഷിൻസ്കെ നാക്കമോറ, ഡ്രൂ മാക്കിൻറ്റയർ തുടങ്ങിയവരുടെ ടീം സാമി സെയിൻ, കോഡി റോഡ്സ് തുടങ്ങിയവരുടെ ടീമിനെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കാനുള്ള സാധ്യതയാണ്. എന്തായാലും
കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മാക്കിൻഡയർ തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് കുറച്ചും കൂടി സീരിയസ് മോഡിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ട്രാക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. വേൾഡ് ടൈറ്റിൽ പിക്ചറിൽ കൂടുതൽ റെസ്ലേഴ്സ് വരുമ്പോൾ എൻ്റർടൈനിങ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.